ഹായ് നമസ്കാരം, എല്ലാവർക്കും BS 360 ഡിഗ്രിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ചു നാളുകളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ പുതിയൊരു തുടക്കമായിക്കൊണ്ട് നമുക്ക് നല്ല റീസെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തിരഞ്ഞെടുക്കാം. അടുത്തയിടെ ഒരുപാട് ചർച്ചാ വിഷയമായ ഓർഫിഷ്, അതിനെക്കുറിച്ച് പറക്കുന്ന മിത്തുകൾ, അതിന്റെ ഫാക്റ്റുകൾ എന്തൊക്കെയാണ്, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാം പരിചയപ്പെടാൻ പോകുന്നത് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു അത്ഭുത ജീവിയാണ്. ആ അത്ഭുത ജീവിയുടെ പേരാണ് ഓർഫിഷ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിഷിന്റെ പേര് തന്നെ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ നാളുകളായിട്ട് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുകയും അനവധി കൽപ്പനകളും പുരാണങ്ങളും സൃഷ്ടിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്ത ഈ അപൂർവ മത്സ്യം അടുത്തിടെ മെക്സിക്കോയിലെ ബാജ കാലിഫോർണിയ തീരത്ത് അടിഞ്ഞുകൂടിയതോടെ വീണ്ടും ഈ ഒരു മത്സ്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. അപ്പം അതിന്റെ ആ ഒരു മീനിന്റെ ചരിത്രം, ജീവിതശൈലി, പുരാണങ്ങൾ, മനുഷ്യരുമായുള്ള ബന്ധം, മറ്റ് സമുദ്രജീവികളുമായുള്ള ഇടപെടലുകൾ എന്നിവയെ കുറിച്ച് നമുക്ക് കൂടുതൽ അന്വേഷിക്കാം. ഏറ്റവും നീളമുള്ള അസ്ഥി മത്സ്യം ഒരു പെലാജിക് ലാംപ്രിഫോം മത്സ്യം ആണ്. അതായത് ഇത് സമുദ്രത്തിന്റെ തഴച്ചു നിൽക്കുന്ന മേഖലകളിൽ ജീവിക്കുന്ന ഒരു മത്സ്യകുടുംബത്തിലാണ് പെടുന്നത്. റിഗാലേസിഡെ എന്ന ചെറിയ കുടുംബത്തിൽപ്പെട്ട ഈ മത്സ്യങ്ങൾ വളരെ അപൂർവമായി മാത്രമേ കണ്ടുവരാറുള്ളൂ. ഈ ഓർഫിഷിനെ പലപ്പോഴും ഡൂംസ് ഡേ ഫിഷ്, അതായത് അപായ സൂചനയുള്ള മത്സ്യം എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇതിന്റെ നീളമുള്ള അല്ലെങ്കിൽ പാമ്പിനെ പോലെ തോന്നിക്കുന്ന രൂപവും 30 അടി വരെ നീളമുള്ള അത്ഭുതകരമായ വലുപ്പവും പലരും ഇതിനെ ഐതിഹാസിക സമുദ്ര നാഗങ്ങളുമായി വരെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. സെപ്റ്റംബർ 1996 സാന്റിയാഗോയിൽ തീരത്ത് അമേരിക്കൻ നാവികസേന അംഗങ്ങൾ 7 മീറ്റർ നീളമുള്ള ഒരു ഓർഫിഷിനെ കണ്ടുപിടിച്ചു. ഇത്ര വലിയ മത്സ്യങ്ങൾ സാധാരണയായി സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ മാത്രം കാണപ്പെടുന്ന മത്സ്യങ്ങളാണ്. പല സംസ്കാരങ്ങളിലും ഓർഫിഷിന്റെ കാഴ്ച പ്രളയങ്ങൾ, ഭൂചലനങ്ങൾ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ മുൻസൂചനയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓർഫിഷ് ഒരു അപൂർവമായി മാത്രം വെള്ളത്തിന് മുകളിൽ എത്തുന്നതിനാൽ പലപ്പോഴും കടലിലെ ഭീകരം അല്ലെങ്കിൽ മഹാദുരന്തങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു ജീവിയായിട്ടാണ് ഇതിനെ കാണുന്നത്. 2011 ജപ്പാനിലെ വലിയ ഭൂകമ്പത്തിന് മുമ്പായി നിരവധി ഓർഫിഷുകൾ കടൽ തീരത്ത് അഴിഞ്ഞുകൂടിയതായി റിപ്പോർട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തെ ഇത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തത്. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം ഭൂചലനങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ശരിക്കുള്ള ഫാക്ട്. ശാരീരികമായ ലക്ഷണങ്ങളും ജീവിതശൈലിയും നോക്കിക്കഴിഞ്ഞാൽ ഇത് സമുദ്രത്തിൽ ഏറ്റവും നീളമുള്ള ബോണി ഫിഷ്, അതായത് അസ്ഥി മത്സ്യമാണ്. ഇത് ചുവപ്പ് നിറമുള്ള അല്ലെങ്കിൽ നീണ്ട റിബൺ പോലെയുള്ള ശരീരവുമുള്ള വെള്ളി മറയിലുള്ള മത്സ്യമാണ്. ഇതിനെ മുതുകിൽ നീളത്തിൽ ഒരു മുഴുവൻ വാലും കാണാം. സാധാരണയായി ഇവ 660 മുതൽ 3200 അടി വരെ നീളമുള്ള ഒരു മത്സ്യമാണ്. ഇത് വാൽ ഉപയോഗിച്ച് നേരെയായി നീന്തുന്നതിനാൽ സാധാരണ മത്സ്യങ്ങളെക്കാൾ വ്യത്യസ്തമായ നീന്തൽ ശൈലി ഇവയ്ക്കുമുണ്ട്. ചിലപ്പോൾ തൊട്ടു നേരെ നിൽക്കുന്ന ഭക്ഷണം കണ്ടെത്താനുള്ള രീതിയാകാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. അത്ര ഭീകരമായ ആഹാരശീലമൊന്നും ഇതിനില്ല. കാരണം സൂക്ഷ്മജീവികൾ, ചെറിയ ചെമ്മീൻ, പ്ലാങ്ക്ടോണുകൾ, ചെറു മത്സ്യങ്ങൾ, സ്ക്വിഡുകൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം. മറ്റുള്ളവരെ ആക്രമിക്കാതെ ഓർഫിഷ് വെള്ളത്തിൽ നിന്ന് ചെറു ജീവികളെ ഫിൽട്ടറിംഗ് വഴിയാണ് ഇത് ഭക്ഷിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിന്റെ പ്രജനന ചക്രം എന്ന് പറയുന്നത് ഓർഫിഷ് തുറന്ന സമുദ്രത്തിൽ തന്നെ മുട്ടയിടുകയാണ്. ഇവയുടെ മുട്ടകൾ തിളങ്ങുന്ന നിറമുള്ളതും വെള്ളത്തിൽ ഒഴുകി നടക്കുന്നതുമായിരിക്കും. അവ പിന്നീട് പ്ലാങ്ക്ടോണുകളുടെ ഭാഗമാവുകയും ലാർവകളായി വികസിക്കുകയും ചെയ്യും. ഇവയുടെ കുഞ്ഞുങ്ങൾ മുതിർന്ന ഓർഫിഷുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. വലിയ അല്ലെങ്കിൽ മുകളിലേക്കുള്ള വാൽച്ചിറകുകളും നീണ്ടതുമായ മറ്റൊരിനം ചിറകുകളും അവയ്ക്കുണ്ട്. വളർച്ചയാകുമ്പോൾ ഇവ കൂടുതൽ ആഴമുള്ള ജലപ്രദേശങ്ങളിലേക്ക് പോകുന്നു. 2019 ശാസ്ത്രജ്ഞർ ആദ്യമായി ഓർഫിഷിനെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അതായത് കൃത്രിമ ഗർഭധാരണം നടത്തുകയുണ്ടായി. അത് വിജയകരമായി തന്നെ നടന്നു. അതിന്റെ പ്രജനന പ്രക്രിയയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവര് മറ്റ് സൈറ്റുകളിൽ അവരുടെ വീഡിയോസിൽ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് പരമാവധി രേഖപ്പെടുത്തിയിരിക്കുന്ന നീളം എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. അതായത് ചില സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ട് അനുസരിച്ചുണ്ട് 17 മീറ്റർ അല്ലെ 56 അടി വരെ ഉയരമുള്ള ഓർഫിഷുകളെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓർഫിഷിന് ശത്രുക്കൾ കുറവാണ്. ഇവയ്ക്ക് ശത്രുക്കൾ കുറവാണ്. ഷോർട്ട് ഫിൻ, മാസ്കോ ഷാർക്ക്, സ്പെയിൻ വാൽ ഇവയൊക്കെ ഭക്ഷിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മനുഷ്യരും ഓർഫിഷുമായുള്ള നേരിട്ടുള്ള ഇടപെടലുകൾ വളരെ അപൂർവമാണ്. സാധാരണയായി ഇവ വലുതായി പരിക്കേറ്റ് അടിയുകയോ അല്ലെങ്കിൽ അസുഖം ബാധിക്കുകയോ ചെയ്താൽ മാത്രമേ കടൽത്തീരത്ത് വരാറുള്ളൂ. ഈ മത്സ്യങ്ങൾ തീരത്തടിയുമ്പോൾ വലിയ ശ്രദ്ധ ആകർഷിക്കുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള
അനവധി നിഗൂഢതകൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ അടുത്തിടെ കണ്ടതാണ്. 2025 ഫെബ്രുവരിയിൽ മെക്സിക്കോയിലെ ബാജ കാലിഫോർണിയ തീരത്ത് ഈ ഒരു ഓർഫിഷിനെ കണ്ടെത്തുകയുണ്ടായി. വിനോദസഞ്ചാരികളും മത്സ്യബന്ധനക്കാരും അതിനെ കണ്ടപ്പോൾ അതിശയിച്ച് നിന്നുപോയി. കാരണം ഇങ്ങനെ ഒരു ഫിഷിനെ മുമ്പ് കണ്ടിട്ടില്ലായിരിക്കും. ഇത് വീഡിയോയിൽ പകർത്തുകയും ഓർഫിഷിന്റെ സ്വാഭാവിക പെരുമാറ്റത്തെ കുറിച്ചുള്ള അപൂർവമായ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. മത്സ്യത്തിന് പരിക്കേറ്റതാണെന്ന് കരുതപ്പെടുകയും അതിനെ പരിപാലിക്കാനായി സമുദ്ര ജൈവശാസ്ത്രജ്ഞർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപകട സൂചനയുള്ള അല്ലെങ്കിൽ അപകടം വരുന്നതിന് മുമ്പേ ഇത് ഒരു പ്രവചന മത്സ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷെ ശാസ്ത്രീയപരമായി ഇതിന് അങ്ങനെ ഒരു റീസൺ ഇല്ല. ഇതിനെ ഭക്ഷിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ജെല്ലി ഇതിന്റെ ശരീരത്തിലുള്ളതുകൊണ്ട് അതിന് ഒരിക്കലും നമുക്ക് അതിനെ ഭക്ഷിക്കാൻ പറ്റുകയില്ല. ഈ ഓർഫിഷിനെ സാധാരണയായിട്ട് കണ്ടുവരുന്നത് 1000 മീറ്റർ താഴ്ചയുള്ള സമുദ്ര ഉപരിതലങ്ങളിലാണ് കാണപ്പെടുന്നത്. ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ താപനില സമുദ്ര മേഖലകളിൽ ഇവയ്ക്ക് സാന്നിധ്യമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാനില് റൂഗുനോ സുഖായി എന്ന പേരിൽ അറിയപ്പെടുന്ന ഓർഫിഷ് കടൽ ദൈവത്തിന്റെ ദൂതൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് ഭൂകമ്പങ്ങൾ, സുനാമികൾ അങ്ങനെയുള്ള സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയിക്കാൻ ഓർഫിഷ് കടൽ തീരത്തേക്ക് വരുന്നു എന്നൊരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ അങ്ങനെ ഒരു മിത്ത് ജപ്പാനിലുണ്ട്. മനുഷ്യന് ഒരിക്കലും അതിന്റെ എല്ലാ ആഴത്തിലേക്കും എത്തുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പം ഇതുപോലെയുള്ള ഫാക്റ്റുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജീവികളെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും കൂടുതൽ റിപ്പോർട്ടുകളും വരട്ടെ. ഇതൊക്കെയാണ് ഓർഫിഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നമുക്കറിയാലോ, ഈ കടൽ എന്ന് പറയുന്നത് പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് സമുദ്രം പോലെ കിടക്കുകയാണ് അല്ലെങ്കിൽ കടല് പോലെ കിടക്കുകയാണ്. അത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യൻ ഇനിയും എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാക്റ്റുകൾ വീണ്ടും മനുഷ്യരിലേക്ക് എത്തട്ടെ. വീണ്ടും നല്ല ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ, ഗുഡ് ബൈ.